ബംഗാളിൽ വോട്ടെണ്ണലിന് ശേഷമുള്ള അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ കേന്ദ്രസേനയ്ക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പെട്രോളിംഗ് ശക്തമാക്കാൻ നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ. അതേസമയം ബംഗാളിലെ അസനോളിലെ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിൽ തീപിടുത്തമുണ്ടായി. വിഷ്ണുപ്രസാദ് വിവരങ്ങൾ നൽകാനായി. വിഷ്ണുപ്രസാദ്, എന്താണ് നിലവിൽ വിവരങ്ങൾ? മോത്തി, പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പിന് ഫലപ്രഖ്യാപനത്തിന് ശേഷം വ്യാപകമായ അക്രമ സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിരവധി പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് ഈ സംഘർഷങ്ങളിൽ പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഈ അക്രമ സംഭവങ്ങൾ നിയന്ത്രിക്കാനാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ജ്ഞാനേഷ് കുമാർ കേന്ദ്ര സംഘത്തിന്, അതായത് ബംഗാളിൽ സുരക്ഷയ്ക്കായി 700 കമ്പനി CAPF ഉദ്യോഗസ്ഥരെയാണ് ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം സംസ്ഥാനത്ത് പെട്രോളിംഗ് ശക്തമാക്കാനാണ്. യാതൊരു തരത്തിലും അക്രമ സംഭവങ്ങളെ സഹായിക്കുന്ന നിലയുണ്ടാകരുത്. അത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാലുടൻ കർശന നടപടി എടുക്കണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നീക്കങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും പശ്ചിമ ബംഗാളിൽ അക്രമ സംഭവങ്ങൾക്കോ അല്ലെങ്കിൽ അനിഷ്ട സംഭവങ്ങൾക്കോ അറുതിയായിട്ടില്ല എന്ന ചില വാർത്തകൾ കൂടിയുണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന അസനോളിൽ തൃണമൂൽ കോൺഗ്രസ് ഓഫീസിലുണ്ടായ തീപിടുത്തമാണ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. മനുഷ്യ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് എന്ന് മാത്രമാണ് പോലീസ് പറഞ്ഞു വെക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വ്യാപകമായി തൃണമൂൽ കോൺഗ്രസ് ഓഫീസുകൾ അഗ്നിക്കിരയായിരുന്നു. അതിന് പിന്നിൽ BJPയും ആയിരുന്നു എന്നാണ് തൃണമൂൽ കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം. ഈ പശ്ചാത്തലത്തിലാണ് ഈ അസനോളിലെ പാർട്ടി ഓഫീസിൽ നിന്നുണ്ടായ തീപിടുത്തത്തിലും BJPക്ക് പങ്കുണ്ടോ എന്ന് തൃണമൂൽ കോൺഗ്രസ് സംശയിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമ ബംഗാളിലെ ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഒരു അനിശ്ചിതാവസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമം മമതാ ബാനർജിയുടെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. താൻ സ്ഥാനമൊഴിയില്ല എന്നൊരു നിലപാടാണ് മമത ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. ആ നിലപാടിൽ വിട്ടുവീഴ്ചയ്ക്ക് മമത ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും മമത രാജിവെച്ചൊഴിയാൻ തയ്യാറായില്ല എങ്കിൽ ഒരുപക്ഷെ ഗവർണർക്ക് മമതയെ ഇതിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കും. അത്തരം നടപടികളിലേക്ക് ഉൾപ്പെടെ ബംഗാൾ കടക്കുമോ എന്നതും വരും മണിക്കൂറുകളിൽ നിർണായകമായി നോക്കിക്കാണേണ്ട വസ്തുതകൾ. ശരി വിഷ്ണു, വളരെ നിർണായകമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് സ്ഥിതി. ഇതിനൊക്കെ പിന്നിൽ BJP ആണെന്ന ആരോപണവും ശക്തമാണ്. ഏതായാലും കേന്ദ്രസേനയൊക്കെ വിന്യസിച്ച് കാര്യങ്ങൾ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോവുക ആണ് ഇപ്പോൾ ചെയ്യുന്നത്. വിവരങ്ങൾ നൽകിയത് വിഷ്ണുപ്രസാദാണ്.